മൈത്രേയൻ എന്ന് പറയുന്ന ഒരു പൊതുശല്യമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മൈത്രേയൻ എന്ന് പറയുന്ന ഈ ബുദ്ധിജീവി എന്ന് സ്വയം പറയുന്ന ഞാനാണ് ഏറ്റവും വലിയ എല്ലാം അറിയാവുന്നയാൾ, എനിക്കപ്പുറം മറ്റൊന്നില്ല എന്ന് പറയുന്ന മൈത്രേയൻ ലഹരിയൊക്കെ നിയമവിധേയമാക്കണം, ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കത്തക്ക രീതിയിൽ നിയമവിധേയമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. ഇപ്പോൾ ഡെയിലി നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും തീർക്കുന്ന ആളുകളെയാണ്. അപ്പോഴാണ് ഈ മൈത്രേയൻ പറയുന്നത് ഇതൊക്കെ നിയമവിധേയമാക്കണമെന്ന്. ഇപ്പോൾ മൈത്രേയൻ്റെ പുതിയൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് മൈത്രേയൻ പറയുന്നത് മോഹൻലാൽ പഴഞ്ചനാണ്, വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന പരസ്യത്തിലും ഇതേ ആളല്ലേ അഭിനയിച്ചത് എന്നാണ്. മോഹൻലാൽ പഴഞ്ചനാണ് അല്ലെങ്കിൽ മോഹൻലാൽ ഇത്തരം പരസ്യങ്ങൾ അഭിനയിച്ചു എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മൈത്രേയനുള്ളത്? മോഹൻലാലിൻ്റെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കും, ഏത് രീതിയിലുള്ള പരസ്യത്തിലും അഭിനയിക്കും, അതൊക്കെ മോഹൻലാലിൻ്റെ ഇഷ്ടമാണ്. ഇതൊക്കെ പറയാൻ ഇയാൾ ആരാണപ്പ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇയാളെ ഒരു പൊതുശല്യമായി കണക്കാക്കുക. അതായത് ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്: എമ്പുരാൻ സിനിമ കാണാൻ പോകണമെന്ന് തോന്നിയിട്ടില്ല എന്നും മോഹൻലാലിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളാണെന്ന് ചിലതിൻ്റെ പരസ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്നും പൃഥ്വിരാജ് സുകുമാരനിൽ വിശ്വാസമില്ല എന്നും സിനിമ സംസ്കാരമുള്ളവരുണ്ട് എന്നും അവരോട് ചോദിച്ചിട്ടാണ് സിനിമ കാണുന്നതെന്നും സിനിമയെക്കുറിച്ച് ആളുകൾ എഴുതുന്നതും പറയുന്നതും വായിച്ചിട്ടാണ് ഞാൻ അത് കാണാൻ പോകുന്നത്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമ ഞാൻ കാണാൻ പോകാറില്ല. സിനിമകളെക്കുറിച്ച് ആളുകൾ ഡിസ്കസ് ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോഴാണ് അത് കാണണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കൂ. പോസ്റ്റർ കണ്ട് സിനിമയ്ക്ക് പോകാറില്ല. എമ്പുരാൻ്റെ പോസ്റ്റർ കണ്ടിരുന്നു. മുമ്പ് അരവിന്ദൻ്റെ സിനിമകൾ, സത്യജിത് റോയുടെ സിനിമകൾ, അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അല്ലാതെ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ സിനിമയെന്ന് പറയാറില്ല. പുറത്തിറങ്ങുന്ന സിനിമകൾ അവരുടെ സിനിമയാണ്, അല്ലാതെ അവരുടെ സിനിമയല്ല. ലിജോ എടുത്തത് കൊണ്ടാണ് മലയക്കോട്ടെ വാലിഭൻ തിയേറ്ററിൽ പോയി കണ്ടത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വ്യത്യസ്തമാണ്, കാണാൻ ഒരു കൗതുകം തോന്നും. പൃഥ്വിരാജ് സുകുമാരനിൽ വിശ്വാസമില്ല. അദ്ദേഹം ഇതുവരെ നല്ലൊരു സിനിമ എടുത്തതായി ഞാൻ കേട്ടിട്ട് പോലുമില്ല. അയാൾ സംവിധായകനായി മാറിയ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. മഹേഷിൻ്റെ പ്രതികാരം, പൊന്മാൻ, നാരായണൻ്റെ 3 മക്കൾ തുടങ്ങിയ സിനിമകൾ കാണുമ്പോൾ അവർ അത് മെനക്കെട്ടെടുത്ത സിനിമകളാണെന്ന് തോന്നാറുണ്ട്. സംവിധാനം അറിയുന്നവരാണ്. മോഹൻലാലിന് വേണ്ടി ഉണ്ടാക്കുന്ന സിനിമകളാണെന്ന് ചിലതിൻ്റെ പരസ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സതയം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. റൈഫിൾ ക്ലബ്ബ് സിനിമ കണ്ടില്ല. പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന് തോന്നൽ വന്നു. മാർക്കോ ഒരു കാലത്തും കാണില്ല. സിനിമ സംസ്കാരമുള്ളവരുണ്ട്, അവരോട് ചോദിച്ചിട്ടാണ് പോകുന്നത്. ലഹരിക്കെതിരെ ഇപ്പോൾ മോഹൻലാലിനെ വെച്ച് പരസ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ചുനാൾ മുൻപ് വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുന്ന പരസ്യത്തിലും ഇതേ ആൾ തന്നെയല്ലേ അഭിനയിച്ചത്. മോഹൻലാലിന് ആശയപരമായ നിലപാടില്ല. ജീവിതത്തിൽ അയാൾ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അറിയാം പഴഞ്ചനാണ്, ജനാധിപത്യമുള്ള ആളല്ല. മമ്മൂട്ടിയും അങ്ങനെ തന്നെയാണ്. നല്ല സിനിമയുണ്ടാക്കാൻ മെനക്കെടുന്നയാളാണ് ശ്രീനിവാസൻ. നല്ല സിനിമകൾ ഉണ്ടാക്കാൻ മെനക്കെടുന്നയാളാണ് ശ്രീനിവാസൻ എന്നാണ് മൈത്രേയൻ പറയുന്നത്. മൈത്രേയൻ കാണാത്തത് കൊണ്ട്, മൈത്രേയൻ അഭിപ്രായം പറയാത്തത് കൊണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമകൾ ഇവിടെ ഇറങ്ങാറില്ല, ആരും കാണാറില്ല, സിനിമകൾ വിജയിക്കാറില്ല. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് മാത്രമാണ് എന്ന് മൈത്രേയൻ പറയുന്നിടത്താണ് മൈത്രേയൻ്റെ ഈ ഒരു നിലപാടില്ലായ്മയെ ഞാൻ ചോദ്യം ചെയ്യുന്നത്. വ്യക്തിപരമായി മൈത്രേയനോട് ഒരു യോജിപ്പുള്ള ആളല്ല ഞാൻ. കാരണം മൈത്രേയൻ പറയുന്ന ഒരു കാര്യങ്ങളോടും എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാനും മൈത്രേയനും തമ്മിൽ ഇവിടെ ഞങ്ങളുടെ തന്നെ മീഡിയ മലയാളവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയിരുന്നു. ചിലർ ഇത് അംഗീകരിക്കും, ചിലർ ഇത് അംഗീകരിക്കില്ല. എനിക്ക് അവരോടൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്, മൈത്രേയൻ പറയുന്നത് മൈത്രേയൻ്റെ നിലപാട്. ഞാൻ പറയുന്നതിനോട് മൈത്രേയന് യോജിപ്പുണ്ടാവില്ല, മൈത്രേയൻ പറയുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. അപ്പോൾ മൈത്രേയൻ, ഞങ്ങൾ ചർച്ചയ്ക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. അപ്പോൾ മൈത്രേയൻ പറഞ്ഞത് എന്നെ കണ്ടാൽ കുളിക്കണമെന്നാണ്. മൈത്രേയനെ കണ്ടാൽ കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നാശമാകും എന്നുള്ളത് മറ്റൊരു സത്യം. എന്തായാലും മൈത്രേയൻ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ മൈത്രേയൻ ആ സമയത്ത് എന്നോട് പറഞ്ഞത് 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എങ്ങനെ പോയാലും അവരൊരു 18 വയസ്സ് കഴിഞ്ഞാൽ അവരൊരു വ്യക്തിയായി, വോട്ടവകാശം കിട്ടിയ ഭരണഘടന തന്നെ പറയുന്നു അവരൊരു സ്വതന്ത്രനായ ഒരു വ്യക്തിയായി.
അപ്പോൾ നമ്മൾ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ത് കഴിക്കുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്. ശരി, അങ്ങനെ അന്വേഷിക്കുന്ന അച്ഛനമ്മമാരുമുണ്ട്. ഞാനൊക്കെ ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. പക്ഷേ നമ്മുടെ മക്കൾ എവിടെ പോകുന്നു, ആരോടൊപ്പം കൂട്ടുകൂടുന്നു, അവർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് അവർ പോകുന്നത്, അവർക്ക് ഏത് മേഖലയുമായാണ് താല്പര്യം കൂടുതൽ, അതിൽ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും, എന്ത് സപ്പോർട്ട് ചെയ്യാൻ കഴിയും, നമ്മുടെ മക്കളുടെ ജീവിത രീതി നേരെയാണോ? അല്ല, 18 വയസ്സായി നീ നിന്റെ തോന്നിവാസം പോലെ ജീവിച്ചോ, നീ നിന്റെ തോന്നിയ പാട് പോലെ ജീവിച്ചോ, നിനക്ക് ലഹരി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചോ, നിനക്ക് സ്ത്രീകളെ റേപ്പ് ചെയ്യണമെങ്കിൽ റേപ്പ് ചെയ്തോ, നീ ഏത് വഴി കഴിഞ്ഞാടി ആഭാസനായി അലമ്പായി, ഇപ്പോഴത്തെ വാക്കതാണല്ലോ, അലമ്പായി നടന്നോ? കാരണം നിനക്ക് 18 വയസ്സായി, ഭരണഘടന തന്നെ പറയുന്നുണ്ട് 18 വയസ്സായി വോട്ടവകാശം കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എന്തും ചെയ്യാം. രാജ്യത്തിൻ്റെ സാമൂഹ്യമായ സാമ്പത്തികമായ വളർച്ചയ്ക്ക് യുവത്വത്തിൻ്റെ കൈകടത്തൽ അല്ലെങ്കിൽ യുവത്വത്തിൻ്റെ ഇടപെടലുകൾ വളരെ അനിവാര്യമുള്ള കാലഘട്ടത്തിൽ നീ എങ്ങനെ വേണോ ജീവിച്ചോ എന്ന് പറയുന്നിടത്തിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ മൈത്രേയൻ അതിനെ വലിയ രീതിയിൽ തർക്കിച്ചു. മൈത്രേയൻ്റെ മകൾ കനി കുസൃതിയെ എങ്ങനെ വളർത്തണം എന്ന് തീരുമാനിക്കുന്നത് മൈത്രേയനാണ്. അതിന് മറ്റാർക്കും കൈകടത്താൻ അവകാശമില്ല. പക്ഷേ മറ്റച്ഛനമ്മമാർ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മക്കൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അവർ ഏത് വഴിക്ക് സഞ്ചരിക്കണം, നമ്മൾ അവരെ നമ്മുടെ വഴിക്ക് വഴിവെട്ടി വിടണമെന്നല്ല, അവർ പോകുന്ന വഴികൾ ശരിയായ വഴികളാണോ, ആ വഴികളിൽ അവരുടെ യാത്രകൾ നല്ല രീതിയിലാണോ, അവർ പോകുന്ന രീതികൾ എങ്ങനെയാണ്, അവരുടെ കൂട്ടുകാരാരാണ്. ഒരു പ്രായം വരെ അച്ഛനമ്മമാർ മക്കളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബലം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു എനിക്കൊപ്പം എൻ്റെ അച്ഛനും അമ്മയുമുണ്ട്, ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ എനിക്ക് കഴിയും എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഞാൻ എന്തും ചെയ്യാം, എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അതിനോട് വ്യക്തിപരമായി യോജിപ്പില്ല. ഇപ്പം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അങ്ങനെ തീരുമാനിച്ചുവെങ്കിൽ ഒരുപക്ഷെ നമ്മളൊന്നും ഇവിടെ ഇരിക്കില്ല. ഏത് കോഴ്സ് എടുക്കണം, എന്ത് പഠിക്കണം, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോഴും അതിൻ്റെ നല്ല വശവും ചീത്ത വശവും അവർ പറഞ്ഞു തരും. എടുക്കാനുള്ളത് നമ്മൾ എടുക്കുക, അല്ലാത്തത് കളയുക എന്നുള്ളതാണ്. അച്ഛനും അമ്മയുടെയും അവർ വഴികാട്ടികളാണ് നമ്മുടെ. അവരുടെ മാതാപിതാക്കൾ വഴികാട്ടി കൊടുത്തതുപോലെ അവർ അവരുടെ അച്ഛനമ്മ മക്കൾക്ക് വഴികാട്ടും. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, സഞ്ചരിക്കാത്തവരുണ്ട്. ഇപ്പം അഫാനെ പോലെയൊക്കെ എങ്ങനെ വളർത്തിയാലും ആ ലെവലിലേക്ക് പോകുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾ ഒരു അച്ഛനമ്മമാരും വിചാരിക്കില്ല സ്വന്തം മക്കൾ വഴിതെറ്റി പോകണമെന്നുള്ളത്, അല്ലെങ്കിൽ സ്വന്തം മക്കൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാത്ത മാതാപിതാക്കളെല്ലാം മക്കളുടെ കാര്യത്തിൽ ഒരു പരിധിവരെ ഇടപെടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിലാണ് ഞാനും മൈത്രേയനും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. മൈത്രേയൻ ആ സമയത്ത് എന്നെ വളരെ മോശമായി എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ മൈത്രേയൻ പറഞ്ഞത് കേട്ടിട്ട് മൈത്രേയൻ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ സിനിമകൾ കാണാത്തത് കൊണ്ട് അവർ സിനിമയില്ലാതെ ഇപ്പോൾ വീട്ടിലിരുന്ന് തെണ്ടുകയാണ്. അല്ലാതെ ഒരു നേരത്തെ റേഷൻ പോലും വാങ്ങാൻ കഴിവില്ലാതെ അവർ ഇരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ ശരിയാണോ എന്ന് ആദ്യം ചിന്തിച്ചിട്ട് പോരെ മറ്റുള്ളവരെ ശരിയാക്കാൻ.